നമസ്കാരം. മാസഫലത്തിൽ കന്നിരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അവയ്ക്കുള്ള ചെറിയ രീതിയിലുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിത്യവും ഓരോ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. പുതിയ വിവരങ്ങളും പുതിയ കാര്യങ്ങളും നമുക്ക് അറിയുവാൻ സാധിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ജാതകഫലം കൃത്യമായി വോയിസ് മെസ്സേജായിട്ട് തന്നെ മറുപടി ലഭിക്കുന്നതായിരിക്കും. ജാതകഫലം അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ. നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ രീതിയിൽ പരിഹാരം കാണുന്നതിന് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകർ, നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേര്, നക്ഷത്രം, ജോലിയില്ല എന്നുണ്ടെങ്കിൽ ജോലി, സാമ്പത്തികമാണെങ്കിൽ അത്, വിവാഹം നടക്കുന്നില്ലെങ്കിൽ അങ്ങനെ, കുടുംബ പ്രശ്നമാണെങ്കിൽ അങ്ങനെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കുകയും പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും വിഷയവും ഉൾപ്പെടുത്തി പൂജ നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം കൊണ്ടുവരുവാൻ ഞങ്ങളുടെ പൂജയിലൂടെ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷവും. പലരും കമൻറ്റ് ചെയ്യാറുണ്ട്, പല കാര്യങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ അനുഭവിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാത്രമായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയെങ്കിലും എനിക്ക് ചെയ്യുവാൻ സാധിച്ചാൽ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കൃത്യമായി പേരും നക്ഷത്രവും ഒന്ന് രേഖപ്പെടുത്തുക. നമ്മുടെ കന്നിരാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാർക്ക് ഈയൊരു മാസത്തിൽ ഭാഗ്യ തടസ്സങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതൊരു ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല. ഭാഗ്യം ഇല്ലാതെ വരുന്നൊരവസ്ഥ, ദൈവ അനുഗ്രഹം കുറഞ്ഞു വരുന്നൊരവസ്ഥ, എന്ത് കാര്യത്തിനിറങ്ങിയാലും അത് കൃത്യമായി നടക്കാത്തൊരവസ്ഥ, ഇത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് വേണ്ടത് എന്താണ്? ഈശ്വര പ്രാർത്ഥന, ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുക. ഏറ്റവും നല്ലത് ദേവിയെ പ്രാർത്ഥിക്കുന്ന, ശാന്തരൂപിണിയായ ദേവി, ലക്ഷ്മി, അന്നപൂർണേശ്വരി, ഭുവനേശ്വരി, ഇങ്ങനെയുള്ള ദേവിമാരെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. ലക്ഷ്മി ദേവിയൊക്കെ കൂടുതലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ധനപരമായിട്ടുള്ള ആ ഒരു തടസ്സങ്ങൾ നമുക്ക് മാറിക്കിട്ടും, നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ ഇതെല്ലാം മാറുന്നതിന് ദേവിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകൂ. ദേവിയുടെ നാമങ്ങൾ ജപിക്കുക, ദേവിയെ പൂജിക്കുക, ദേവി ക്ഷേത്ര ദർശനം നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു മാസത്തിൽ സംഭവിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ധനം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്, അനാവശ്യമായി ചിലവാകുവാൻ സാധ്യത, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കപ്പെടുവാൻ സാധ്യത, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് മോഷണം പോകുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കളഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ധനപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള രേഖകൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, ഇപ്പോൾ സ്വർണം, വെള്ളി പോലുള്ള ആഭരണങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങൾ, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, അങ്ങനെ വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കുക. മോഷണം പോകുക, മറന്നു വയ്ക്കുക, അല്ലെങ്കിൽ കളഞ്ഞു പോവുക, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ നടക്കാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. കാരണം ഒരു നിസ്സാരമായ വസ്തുവായാലും ശരി, നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് അത് വാങ്ങുന്നത്. വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു പേന ലഭിക്കുന്നത് തന്നെ വീട്ടുകാർ വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. വീട്ടുകാർ ആ പേന വാങ്ങുവാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുകയാണെന്ന് അവർക്കേ അറിയാവൂ. നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾ, അവർ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു വലിയൊരു തുക എടുത്തായിരിക്കും ഒരു പുസ്തകമോ പേനയോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. അതിന് കേടുപാട് സംഭവിക്കുകയോ കളഞ്ഞു പോവുകയോ മോഷണം പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ
വിദ്യാർത്ഥികൾക്കൊക്കെ അത് നിസ്സാരമായിട്ടേ തോന്നുകയുള്ളൂ. എന്നാൽ അത് കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുത്ത വ്യക്തികൾക്ക് മാത്രമേ അതിൻ്റെ വില അറിയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വിലപ്പെട്ട വസ്തുക്കൾ, സ്വർണം, പണം, മറ്റു വസ്തുക്കൾ, ഇവയെല്ലാം സൂക്ഷിക്കുക. കളഞ്ഞു പോകുവാനും മോഷണം പോകുവാനും മറന്നു വെച്ച് പോകുവാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. ചെറിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ വന്നാൽ കൂടി അത് ശ്രദ്ധിക്കുക. കൃത്യമായ രീതിയിൽ ചെക്കപ്പ് ചെയ്യുക, അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക. അങ്ങനെ ചെയ്തു പോയാൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുകയും സന്തോഷകരമായ ജീവിതം നയിക്കുവാനും സാധിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. നമ്മുടെ നഖത്തിന് ഒരു കേട് സംഭവിച്ചാൽ നമ്മുടെ ജീവിത രീതി തന്നെ മാറിപ്പോകും. എന്തിനേറെ, ഒരു ദിവസം രാവിലെ നിൽക്കും കുറച്ച് മുടി കൂടുതലൊന്ന് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോവുകയാണ്. പിന്നെ ടെൻഷനാണ്, മാനസിക ബുദ്ധിമുട്ടാണ്, മുടി കൊഴിയുമോ, എല്ലാം പോകുമോ, ഇങ്ങനത്തെ ടെൻഷനാണ്. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം, അതിലൊരു മുടിനാരിന് പോലും കേട് സംഭവിച്ചാൽ നമുക്ക് താങ്ങുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ കൃത്യമായ രീതിയിൽ നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് നല്ലത് തന്നെയാണ്. നിങ്ങളുടെ ആഹാര രീതി, ഭക്ഷണം കഴിക്കുമ്പോൾ അത് കൃത്യമായ രീതിയിൽ അതിൻ്റേതായ എക്സസൈസ്, യോഗ, ആഹാരത്തിൻ്റെ കൃത്യനിഷ്ഠത ഇതെല്ലാം പാലിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ശരീരം നിലനിർത്തുവാനും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. ഒരാഴ്ച പനി വന്ന് ജോലിക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ കുടുംബത്തിൽ ദാരിദ്ര്യം കൊണ്ട് നിറയും. അപ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കുക. ഈ ഒരു മാസത്തിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ആരംഭത്തിൽ തന്നെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യുക, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അത് നേരത്തെ പോയി കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് തന്നെ അസുഖം മാറും. സൂക്ഷിക്കുക, വിലപ്പെട്ട രേഖകൾ സൂക്ഷിക്കുക, ആരോഗ്യം സൂക്ഷിക്കുക, കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ കൃത്യമായി ഹാൾ ടിക്കറ്റ് ആൻഡ് നമ്മുടെ ID കാർഡ് ഇതെല്ലാം കൃത്യമായി നോട്ട് ചെയ്ത് പോകുക. അവിടെ പോയി കയറുമ്പോഴേക്കും കയ്യിലില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു മാസം സൂക്ഷിക്കുക. പുതിയ അഡ്മിഷനെല്ലാം എടുക്കുന്നവർ രേഖകളെല്ലാം കൃത്യമായി സൂക്ഷിക്കുക. വിദ്യാർത്ഥികൾക്കാണ് കൂടുതലും ബാധിക്കുന്നത്. വിദ്യാഭ്യാസപരമായ തടസ്സം വരാൻ സാധ്യത. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു മാസത്തൊക്കെ സംഭവിക്കുന്നത് അഡ്മിഷന് വേണ്ടിയുള്ള ഓട്ടമായിരിക്കും. അപ്പോൾ അഡ്മിഷന് പരമായ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ജാതകമൊക്കെ ഒന്ന് പരിശോധിക്കുക. ഏത് സ്ഥലത്തോട്ട് നമുക്ക് ജോലിക്ക് പോകുവാനാണ് ജാതകത്തിൽ യോഗം കാണുന്നത്, അപ്പോൾ ഏത് വിഷയം നമുക്ക് പഠിക്കുവാൻ സാധിക്കും, ഇതൊക്കെ ജാതകം ഒന്ന് പരിശോധിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകുവാൻ വേണ്ടി മടി, അലസതയെല്ലാം മാറ്റിവെച്ച് ഓർമ്മശക്തിയോടുകൂടി കൃത്യമായ ഒരു ഉത്തരവാദിത്വത്തോടുകൂടി എല്ലാ കാര്യവും ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേട്ടങ്ങളുണ്ടാകുകയും വിജയങ്ങൾ കൈവരിക്കുകയും ജീവിതത്തിൽ സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് പൂജിച്ച് മുന്നോട്ട് പോകുന്നത് ഒരുപാട് ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഐശ്വര്യമായിട്ട് ഒരു ജീവിതം നയിക്കുവാനും സാധിക്കും.